ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് രജിത ഫ്രം സൈറോ എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കറന്റ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് ഒത്തിരി കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. അതായത് നോർമലി നമ്മൾ ബയോളജി സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കൊമേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയൊക്കെ നമുക്ക് ഫെമിലിയർ ആണ് അവർക്ക് ഏത് കോഴ്സസ് ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് മോസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഡൗട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ആഫ്റ്റർ ദ കോഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ +2 ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, ഫീസ് ഒക്കെ എങ്ങനെയാവും, നമ്മൾ ഏത് ഫീൽഡാണോ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക്. സോ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ സ്റ്റുഡൻസിന് മെഡിക്കൽ ഫീൽഡ് ഒഴികെ മറ്റ് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും തിരിയാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്റ്റുഡന്റ് ആണെങ്കിലും കൊമേഴ്സ് പഠിച്ച സ്റ്റുഡന്റ് ആണെങ്കിലും എടുക്കുന്ന കോഴ്സസ് എല്ലാം +2 കമ്പ്യൂട്ടർ സയൻസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് എടുക്കാനായിട്ട് പറ്റും. ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും. കൂടുതലും ചൂസ് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും. പിന്നെ BSc റിലേറ്റഡ് പ്രോഗ്രാംസും BCA റിലേറ്റഡ് പ്രോഗ്രാംസും ഒക്കെ ഒത്തിരി ഈ ജനറേഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാത്സ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BSc മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങി നിരവധി കോഴ്സസും കറന്റ്ലി ഡിഗ്രി പ്രോഗ്രാം ആയിട്ടും ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അതുകൂടാതെ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന AI പോലത്തെ കോഴ്സുകളൊക്കെ സ്പെഷ്യലൈസേഷനോട് കൂടി, അതായത് BCA വിത്ത് AIML, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ദെൻ ഡാറ്റ സയൻസ് തുടങ്ങിയ കോഴ്സസ് എല്ലാം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡന്റിന് എടുക്കാനായിട്ട് പറ്റും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, അതായത് ബയോളജി സയൻസ് പഠിച്ച സ്റ്റുഡന്റിന് മെഡിക്കൽ ഫീൽഡ് അല്ലാതെ ഏതെല്ലാം കോഴ്സസ് ചൂസ് ചെയ്യാമോ ഈ കോഴ്സസ് എല്ലാം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് +2 കഴിഞ്ഞ സ്റ്റുഡൻസ് നമുക്ക് നോർമലി 2 തരത്തിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് +2 കഴിഞ്ഞതിന് ശേഷം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അത്തരത്തിലുള്ള കോഴ്സസ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും, രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് കോഴ്സസ് ചൂസ് ചെയ്യുന്നത്, അതായത് സാലറീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസും ആയിരിക്കും നിലവിൽ ഉണ്ടായിരിക്കുക. ഇതിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കാൻ ഒത്തിരിയേറെ കോഴ്സസ് അവൈലബിൾ ആണ്. അതായത് VFS, ദെൻ ട്രാവൽ ആൻഡ് ടൂറിസം, ജേർണലിസം, എഡിറ്റിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ്, ദെൻ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി തുടങ്ങിയ നിരവധി കോഴ്സസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇന്നത്തെ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. അതും ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ടും BSc പ്രോഗ്രാം ആയിട്ടും ഡിഗ്രി പ്രോഗ്രാം ആയിട്ടൊക്കെ ഇഷ്ടംപോലെ കോഴ്സസ് കറന്റ്ലി അവൈലബിൾ ആണ്. ഇങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ള കോഴ്സസ് ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫ്യൂച്ചറിൽ വളരെ ഹൈ ഏണിങ്സ് റീച്ച് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ആണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. ഇനിയെല്ലാം ജോബ് ഓറിയന്റഡ് കോഴ്സസ് നോക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് നിങ്ങൾക്ക് കൂടുതലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആയിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് പ്രോഗ്രാംസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ നോർമൽ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ BSc പ്രോഗ്രാംസും BCA പ്രോഗ്രാംസും, ഇനി BA ഡിഗ്രി പ്രോഗ്രാംസ് എടുത്ത് ലാംഗ്വേജസ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ് ഫീൽഡിലേക്കൊക്കെ റീച്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ദെൻ അതിന്റെ ഹയർ സ്റ്റഡീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിലൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലോ റിലേറ്റ് ചെയ്യുന്ന കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LLB കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ കോഴ്സസ് എല്ലാം ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റുഡൻസ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, അഫിലിയേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും മാത്രം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഒത്തിരി ലോ ഫീസ് നോക്കി നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് കേരളത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് അഫിലിയേറ്റഡ് ആണോ, എല്ലാ അപ്രൂവൽസും ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ടാലന്റിനെ ബേസ് ചെയ്ത് ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീ കൗൺസിലിംഗ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. സോ ഹരിയ.